ഏവർക്കും ഷാഫി വൈബ് സോണിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ഓഫ് കിട്ടിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓഫ് കിട്ടൽ വളരെ കുറവായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം എല്ലാവർക്കും ഇല്ല, കുറച്ച് ആൾക്കാർ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്ന് നമ്മൾ ജുമായിട്ട് ഫുഡ് കഴിക്കാൻ പോണൊരു വീഡിയോ ആണ്. ഏവർക്കും ഷാഫി വൈബ് സോണിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജുമാ നമ്മുടെ അയൽവാസി തന്നതാണ്, കൽക്കട്ട. ഇതിൻ്റെ പേര് ആലു പോഹ എന്നാണ്. ആലു പോഹ ഇതിൻ്റെ പേര്. കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കട്ടെ. ഗുജറാത്ത് കൽക്കട്ട എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞ ആലു പോഹ ഒന്ന് കഴിച്ച് നോക്കാം. പേര് മറക്കണ്ട, ആലു പോഹ. കൊള്ളാം. അരിയേട്ടൻ അഹൂയി ഈ ബസ് സ്റ്റോപ്പിലാണ് കാത്തു നിൽക്കാന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടെ ഒരു വാഹനത്തിലാണ് പോകുന്നത്. ഉല്ലാസ യാത്ര പോയപ്പോൾ ആ ഒരു മൂടാണ്. ആളിതാ. അല്ല, എവിടേക്കാ നമ്മളിന്ന് പോണേ? നമ്മളിന്ന് എങ്ങോട്ട് പോണേ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ദിവസമല്ലേ? നമുക്ക് ഒരുപാട് പറയാണ്ട്. അടിച്ചു വിളിക്കണ്ടേ? അപ്പൊ നമ്മൾ ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്. അനസ് ഭായ് നമസ്കാരം. വാജിദ് ഉണ്ട് ഇവിടെ, റിപ്പൺ ഭായ്, സുഹൃത്ത് എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പടക്കുതിര ഇവിടെ റെഡി ആയി കിടക്കുന്നുണ്ട്. ടീമുകളൊക്കെ റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആലുപ്പുല്ല സൂപ്പറായിരുന്നു. എല്ലാ ടീമുണ്ട്. എന്തൊക്കെയാ അജിത് അസുഖല്ല? റെഡിയാ? റെഡിയല്ല? പോകാൻ വേണ്ടി റെഡിയല്ല? ഇത് നമ്മുടെ പാട്ടുകാരൻ, ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സോങ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യും. നമ്മുടെ ഡ്രൈവർ ഇവിടെ സ്പൾബർ കാണാനില്ലല്ലോ. അതെ, ഓക്കെ. ലൈവ് ബ്ലോഗർ അല്ല, സ്പൾബർ ഇവിടെ നമ്മുടെ ഈ വണ്ടിയിലാണ് പോണത്. നമ്മുടെ ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ആ ഒരു മൂഡ് കിട്ടുന്നില്ലേ? അതെ. തുടങ്ങാൻ പോവാണ് പരിപാടി. വെടിക്കെട്ടിന് തീ കൊടുക്കണം. ഇത് നമ്മുടെ വേറെ ഒരു ഗായകനാണ്, നമ്മുടെ ഈശ്വർ ഭായ്. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണോ അതോ ആരെയാണോ മര പാസ് വരും? വേറെ വണ്ടിയിൽ വരുന്ന പറഞ്ഞ ഈശ്വർ ഭായ് സൂപ്പർ ഗായകനാണ്. അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുപ്പിക്കും കേട്ടാ. നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഗൈസ്. ഇപ്പൊ ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറിയുള്ളത് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഇദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ വിനീഷേട്ടനാണ്. എന്താണ് അതാ പറഞ്ഞത്, മൊത്തത്തിൽ വൈറലാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫുള്ള് ചുള്ളനായിട്ട് വന്നിട്ടുണ്ട്. 16 നമ്മള് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ദുബായിയുടെ ഹൃദയ സ്ഥലമായ ഭക്ഷണങ്ങളുടെ ഊട്ടുപുര, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ദുബായിയുടെ കറാമ. സ്പൾബർ നല്ലൊരു പാട്ടുകാരാണ്. പക്ഷെ എന്താ പറയുക, ചില സമയത്ത് മൂഡിനനുസരിച്ചാണ് പേരുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം 6 മണിന്റെ ശേഷം പാടലേക്ക് ഇപ്പൊ നട്ടുച്ചായതുകൊണ്ട് മിണ്ടില്ലാന്ന് പറഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ട് നമ്മളെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ എത്തിയിട്ടുള്ള പുതിയ വിശേഷങ്ങളൊക്കെ കുറച്ച് ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോ നമ്മുടെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളും മാത്രമല്ല എല്ലാവിധ ഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു ഏരിയ ആണ്. വിനീഷ് ഭായ്, അയാൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ മോരുണ്ടോന്ന്. മറ്റേ നമ്മളാ ഞാൻ മോരില്ലാതെ കഴിക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു മോരുണ്ട് തൈരുണ്ട് എന്ന് പറഞ്ഞ് ബാർബിക്യൂന്റെ മേലെ വയ്ക്കാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയില്ല, എനിക്കറിയാം. ടീമും കൂടെ വരാണ്ട് വെയിറ്റ് ചെയ്യാണ്. സെറ്റപ്പ്. അപ്പൊ നമ്മുടെ ടീമുകളൊക്കെ എത്തിക്കണം. നമ്മൾ അനസുഭായി അവിടെ റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾ കഴിക്കാനുള്ള ഒരു സെറ്റപ്പിന്റെ ഇതിലല്ലേ ഇരിക്കണത്? ഏതാ നിമിഷങ്ങളൊക്കെ കാര്യങ്ങൾ റെഡി ആവില്ലേ? ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കാൻ പാടില്ല.
അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കണം. സൗണ്ട് കേൾക്കില്ല. ലഞ്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസ്റ്റല്ലേ. അത്ലറ്റ് കൊല്ലാസം പിന്നെ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ടീമാണ്. ഷാഫിയാണ് എന്റെ മൂപ്പരിക്ക് എന്താ വെച്ചാൽ ആൾക്കാരെ കൂടുതൽ കണ്ടപ്പോ ചെറിയൊരു ആള് നല്ല കലാകാരനാണ്. മൂപ്പരിക്ക് എന്താ വെച്ചാൽ ആള് കൂടുതൽ കണ്ടപ്പോഴേ ചെറിയൊരു ടെൻഷൻ. അതൊന്നും അറിയുന്ന ആൾക്കാരല്ലേ ടെൻഷൻ. വലിയ സ്റ്റേജിൽ നമ്മള് ഇതുപോലെ എല്ലാരും സൂപ്പ് എടുക്കുന്ന തിരക്കിലാണ്. ഫസ്റ്റ് നമ്മുടെ സൂപ്പിന്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും സൂപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡും പരിപാടികളൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും. സുഹൃത്തുക്കളെ, ആവേശകരമായ അറ്റാക്കിൻ്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഒന്നിനൊന്ന് മെച്ചത്തിൽ ടേബിൾ നമ്പർ 1 മുന്നിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ വിട്ടുതരില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ടേബിൾ നമ്പർ 3 ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരാദ്യമെന്ന് കാത്തിരുന്ന് കാണുക. സുഹൃത്തെ, അരിച്ചേട്ടനൊരു സ്ട്രോ കൊടുക്കൂ. ഓ, കിട്ടി. പൊട്ടിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇതാ വാ കൊണ്ട് കടിച്ച് വലിച്ചൂരുകയാണ്. കാരണം ആര് മുന്നിട്ട് നിൽക്കും എന്നറിയാത്ത മത്സരമാണ്. ജ്യൂസ് പറഞ്ഞപ്പോ നിങ്ങളത് നാരങ്ങളും കുടിക്കണേ. സോഡ നാരങ്ങ ഫുഡിന്റെ മുകളിൽ, അതിന് മുകളിൽ സോഡ നാരങ്ങ കഴിക്കും. ഓരോരുത്തരൊരു ശീലങ്ങളാണ് അല്ലേ? സത്യം. ഈ ചേട്ടന് എനിക്കൊരു ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിലെ ഡക്ക് റോസ്റ്റ്. പണ്ട് കുട്ടനാട് പോയപ്പോൾ കഴിച്ചിരുന്ന അതേ ഡക്ക് റോസ്റ്റ് കിട്ടുമെന്ന ആവേശത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഷെഫിൻ്റെ ലൈവ് കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ബ്രൈം സ്വീറ്റ്സ് കഴിക്കുകയാണ്. ബ്രൈ സ്വീറ്റ്സ് കഴിക്കുകയാണല്ലേ? സ്വീറ്റ്സ് എങ്ങനെയുണ്ട് നോക്കിയോ? വലിയ കുഴപ്പമില്ലല്ലേ? എന്താ സാധനം? ഐസ്ക്രീമോ? യെസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. യെസ്, അതന്നെ നീ പറഞ്ഞ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കഴിച്ചതാ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കഴിച്ചിറങ്ങാനുള്ള പരിപാടിയാണ് എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ ഫുഡടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഓരോരുത്തർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിപാടി നേരത്തെ തീർത്തു. കാരണം വെച്ചാൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും റാത്തായി അൽഹംദുലില്ലാ. തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ 12 ആളുകൾക്ക് ഇതിൽ ഡ്യൂട്ടിയുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഓഫറുള്ളവർക്ക് വിഷയമല്ല. ഏകദേശം നമ്മുടെ അൽക്കറാമ ബാർബിക്യൂൽ നിന്നാണ് ഇന്നത്തെ ഫുഡും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ സൂപ്പറായിരുന്നു. നമ്മുടെ വ്ളോഗ് ഏകദേശം ഇവിടെ അവസാനിക്കാനായി. നമുക്ക് ആദ്യമായിട്ടാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി ഒരു ഫുഡ് കഴിക്കാനും പരിപാടിയൊക്കെ നടക്കാനും പറ്റിയത്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് ഓഫ് കിട്ടില്ല. ഓഫ് കിട്ടും, പലർക്കും പല ടൈമിലായിരുന്നു ഓഫ് കിട്ടിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇന്ന് ഓഫ് കിട്ടി. എല്ലാവരും അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിലേക്ക് പോയി, റൂമിലേക്ക് പോയി. പിന്നെ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കണ്ടുമുട്ടുന്നവരെ ഷാഫി വൈബ് സോണിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സ്റ്റേ ട്യൂൺ. ബൈ.